ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ വിളക്കൊക്കെ കത്തിച്ചു. നമ്മുടെ പൊന്നുകുട്ടിയും രാകേഷ് അണ്ണനും ശബരിമലയ്ക്ക് പോകുന്നതിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഭയങ്കര തിരക്ക് പിടിച്ചൊരു ദിവസം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഞാനൊന്നും ഇരുന്നിട്ടില്ല ഈ ദിവസം, അത്രമേൽ തിരക്കാണ്. പിന്നെ ഈ ദിവസം എൻ്റെ പിറന്ന നാളും കൂടെ ആയിരുന്നു കേട്ടോ. ഞാൻ കർക്കിടകത്തിൽ ഭരണിയാണേ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി, ചമ്മന്തിപ്പൊടി, ചായ ഉണ്ടാക്കുന്നുണ്ട് എനിക്കും രാകേഷണ്ണനും. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ കർക്കിടകത്തിലെ ഭരണിയാണെന്ന്. ഈ ദിവസം വെള്ളിയാഴ്ചയും കൂടെയാണ്. നമ്മുടെ ദേവീ ക്ഷേത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. എനിക്ക് വളരെ പ്രിയപ്പെട്ടൊരു ദിവസവും കൂടെയാണ് കേട്ടോ വെള്ളിയാഴ്ച. പണ്ടൊക്കെ വെള്ളിയാഴ്ച ദിവസം വന്നു കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ആലപ്പുഴയിലുള്ള അറവുകാട് അമ്പലം അല്ലെങ്കിൽ പതിയാങ്കുളങ്ങര അമ്പലം ഏതെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ തൂക്കുളത്തൊരു ഭഗവതിക്കൽ അമ്പലമുണ്ട്, ഏതെങ്കിലുമൊക്കെ ദേവീക്ഷേത്രങ്ങളിൽ പോകുമായിരുന്നു. അതിപ്പോഴും തുടർന്ന് വരുന്നുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ 3 ദേവീക്ഷേത്രത്തിൽ ഒരു ദിവസം വെള്ളിയാഴ്ച ദിവസമൊക്കെ പോകാനായിട്ടൊക്കെ നോക്കും കേട്ടോ. ആദ്യം ഞങ്ങൾ വാരനാട്ട് അമ്പലത്തിലാണ് കേട്ടോ വന്നത്. വാരനാട്ട് അമ്പലം ഒട്ടുമിക്ക ആളുകൾക്കും എൻ്റെ വീഡിയോസ് കണ്ട് പരിചിതമാണ്. കാരണം പൊന്നുകുട്ടി കുമ്പോടമൊക്കെ എടുത്ത 3 വർഷം പൊന്നുകുട്ടി അടുപ്പിച്ച് കുമ്പോടം എടുക്കാൻ അമ്മയുടെ അനുഗ്രഹത്താൽ സാധിച്ചു. പിന്നെ നമ്മുടെ ഈ ദേവിയുടെ അമ്പലത്തിൽ ചുമന്ന മാല കൊടുക്കുന്ന, നല്ല ചുമന്ന ചെത്തിപ്പൂമാല, അതുപോലുള്ള ചുമന്ന നിറത്തിലെ പൂമാല കൊടുക്കുന്നത് ദേവിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് ഞാൻ പണ്ട് തൊട്ടേ അമ്മയും അല്ലാതെ ഓരോ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനിവിടെ എപ്പോൾ വന്നാലും ചെത്തിപ്പൂമാല ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ വാങ്ങിച്ചു കൊടുക്കുന്ന. ചുമന്ന നിറത്തിലെ പൂവുണ്ടുള്ള മാലയാണ് ഞാൻ വാങ്ങിച്ചു കൊടുക്കാറുള്ളത്. അങ്ങനെ നടയിലൊക്കെ കയറി അമ്മേനെ നന്നായിട്ട് തൊഴുതു. ഇന്ന് നല്ല തിരക്കാണ് കേട്ടോ ഈ വാരനാട്ടമ്പലത്തിന് നല്ല ഒട്ടുമിക്ക ദേവീക്ഷേത്രങ്ങളിലും നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഓരോ മരത്തിനും ഓരോ നാൾക്ക് പറ്റിയ മരവും മൃഗവും പക്ഷിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും എൻ്റെ നാളല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു നെല്ലിമരമാണ് എൻ്റെ നാളിൻ്റെ മരം. ആനയാണ് കേട്ടോ. എനിക്ക് ആനയെ ഏറ്റവും ഇഷ്ടമാണ്. അതെന്തുകൊണ്ടാണെന്നറിയാവോ? എൻ്റെ നാൾ ആനയാണ്. ആനയുടെ ഇതുള്ള നാളും കൂടെയാണ് കേട്ടോ. അപ്പം ഞാനും കണ്ണൻകുട്ടനും ഒരേ നാളാണ്. ഒരു വീട്ടിൽ അമ്മയും മോനും ഒരേ നാളാണ് കേട്ടോ. അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എനിക്ക് ദൈവത്തിനോട് ഞാൻ അതുപോലെ ചോദിച്ചിട്ട് എനിക്കൊരു ആൺമകനെ കിട്ടി. ആ മകന് എൻ്റെ നാള് തന്നെ കിട്ടുകയും ചെയ്തു കേട്ടോ. അതൊരു വലിയൊരു അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ. എന്നും ദൈവത്തിനോട് ഞാൻ കടപ്പെട്ടിരിക്കും കേട്ടോ. എൻ്റെ ജീവിതം ഇത്രമേൽ ഒരു നല്ല രീതിയിൽ പോകുന്നതൊക്കെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്നേ ഞാൻ പറയുള്ളൂ. അങ്ങനെ അച്ഛനും പൊന്നുകുട്ടിയും മുന്നോട്ട് പോകുന്നുണ്ട്. അത് അച്ഛൻ മോളാണ് കേട്ടോ. ഇത് അമ്മ മോനാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നൊക്കെ വിട്ടിട്ട് ഓടുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര കുസൃതിയാണ് ആളിപ്പോൾ കുറച്ച് ദിവസമായിട്ട്. ഞാൻ അതിന് വഴക്കൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വാരനാട്ട് അമ്പലത്തിലൊക്കെ പോയതിന് ശേഷം ഞങ്ങൾ ചേർത്തല അമ്പലത്തിൽ വന്നു. ചേർത്തല അമ്മയ്ക്ക് മുല്ലപ്പൂമാലയാണ് ഇഷ്ടമെന്ന് എനിക്ക് അവിടെ ഉള്ള ചേച്ചി പറഞ്ഞു തന്നിരിക്കുന്നതാണ് കേട്ടോ. ചേർത്തല അമ്പലത്തിലെ ദേവിക്ക് മുല്ലപ്പൂമാലയാണ് ഇഷ്ടം. പണ്ട് ദേവി മുല്ലപ്പൂമാലയൊക്കെ വെച്ച് നടന്നെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. ഈ അമ്പലത്തിന് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് കേട്ടോ. വില്ലുമംഗലം സ്വാമി ചേർത്തല ദേവീനെ അവിടെ ഇരുത്തിയതാണെന്നൊക്കെയാണ് പറയുന്നത്. എന്തൊക്കെയോ ഐതിഹ്യങ്ങളുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു തരാൻ അറിയില്ല. പക്ഷേ വിളിപ്പുറത്താണ്. അതെനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചേർത്തല അമ്പലത്തിലും വന്ന് ദേവിയെ കണ്ടു. അതിനുശേഷം ഞങ്ങൾ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ വന്നു കേട്ടോ. ചേർത്തലയിലുള്ള ഷീ എന്ന് പേരുള്ളൊരു ടെക്സ്റ്റൈൽ ഷോപ്പാണ്. ഞങ്ങളിപ്പോൾ എന്ത് സാധനം ഉണ്ടെങ്കിലും ഇവിടെ വന്ന് കേട്ടോ മേടിക്കുന്നത്. ഇവിടെ അത്യാവശ്യം വിലക്കുറവാണ് കേട്ടോ തുണിക്കൊക്കെ. ഞങ്ങൾ കഴിഞ്ഞ വർഷം പൊന്നുകുട്ടി ശബരിമലയിൽ പോയപ്പോഴും ഇവിടെ നിന്നാണ് എടുത്തത്. പിന്നെ എന്തെങ്കിലുമൊക്കെ പർച്ചേസിങ് വരുമല്ലോ. ഇപ്പോൾ സ്കൂളിൽ പോകണമെങ്കിൽ, സ്കൂൾ ഓപ്പണിംഗ് ഒക്കെ ഉണ്ടല്ലോ. നമ്മുടെ ആലപ്പുഴയിലെ SM പോലത്തെ ഒരു കടയാണ് കേട്ടോ. അവിടുന്ന് പൊന്നുകുട്ടിക്ക് ഒരു ജോഡി ഡ്രസ്സ്, അണ്ണനും ഒരു ജോഡി ഡ്രസ്സൊക്കെ എടുത്ത് കേട്ടോ. അതിനുശേഷം നമ്മുടെ കണ്ണൻകുട്ടിന് ദാഹം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. പിന്നെ ഞങ്ങൾ മായുടെ ഒരു ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. ഞാൻ നാരങ്ങാ വെള്ളമാണ് കുടിച്ചത്, സോഡാ സർബത്തല്ല. കാരണം സോഡാ സർബത്ത് നമ്മളിപ്പോൾ വ്രതമൊക്കെ ആയതുകൊണ്ട് കുടിക്കാൻ പാടില്ല, അതിൽ മുട്ട ചേർക്കുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ ഒരു ലൈം ജ്യൂസ് പോലെയാണ് കുടിച്ചത്. കണ്ണൻകുട്ടിന് വാങ്ങിച്ചു കൊടുത്തു.
മാങ്ങാൻ ജ്യൂസ് ഇല്ല സംഭവം തന്നെ, അത് വാങ്ങിച്ചു കൊടുത്ത് അണ്ണനൊരു ഉപ്പിട്ട് നാരങ്ങ വെള്ളവും കുടിച്ചു. ഇനി ഞങ്ങൾക്ക് ഒരു അമ്പലത്തിൽ കൂടെ പോകണം കേട്ടോ, അവിടെ പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്ക് എത്തിയാൽ മതി. ഇവിടെ വെച്ചാണ് നമ്മുടെ പൊന്നുകുട്ടിയുടെ കെട്ടുമുറുക്ക്. കഴിഞ്ഞ വർഷം നമ്മൾ ചേർത്തല അമ്പലത്തിൽ വെച്ചായിരുന്നു, ചേർത്തല കാർത്തിയായനി ദേവീ ക്ഷേത്രത്തിലായിരുന്നു. ഇത്തവണ നമ്മൾ കുറ്റിക്കാട്ട് അമ്പലത്തിൽ വെച്ചാണ് കേട്ടോ. നമ്മുടെ വീടിനടുത്തുള്ള അമ്പലമാണ്, കുറ്റിക്കാട്ട് ദേവീക്ഷേത്രമാണ്. ഇവിടെ വെള്ളിയാഴ്ച ദിവസം ഒട്ടുമിക്ക അമ്പലങ്ങളിലും വെള്ളിയാഴ്ച ദിവസം ദേവിയുടെ അമ്പലങ്ങളിൽ ചോറൂണുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയും ഇത്തവണ ചോറൂണുണ്ട്. എല്ലാ അമ്പലങ്ങളിലും ഉള്ളതുപോലെ തന്നെ ഇവിടെയും എല്ലാ വെള്ളിയാഴ്ചയും ചോറൂണുണ്ട്. അപ്പം ഞങ്ങൾ എന്തായാലും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ, കുറച്ച് താമസിച്ചായിരുന്നു, എന്നാലും രാവിലെ ഇറങ്ങിയതല്ലേ. അന്ന് പിന്നെ ഞാനൊന്നും വീട്ടിലാക്കിയിട്ടുമില്ല. പിന്നെ ഞങ്ങളിതുപോലെ പഴനി പോവുകയാണേലോ അല്ലെങ്കിൽ അയ്യപ്പൻ്റെ അമ്പലങ്ങളിലൊക്കെ, ശബരിമലയിലോ, അയ്യപ്പൻ്റെ അമ്പലമല്ല സോറി, ശബരിമലയിലോ പഴനിയിലൊക്കെ പോവുകയാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസമാണ്, ആ ഒരു ടൈമാണ് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ചോറ് കഴിക്കും. എൻ്റെ ആയിഷണ്ണൻ ലീവും കൂടെ ആണെങ്കിൽ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ചോറ് കഴിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ അമ്പലത്തിലെ ആഹാരം, ചോറ്, അന്നദാനമില്ല, എനിക്ക് ഭയങ്കര കുഞ്ഞുനാൾ തൊട്ട് ശീലിച്ചുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാനത് കണ്ണൻകുട്ടനും പൊന്നുകുട്ടീനെയും അത് ഞാൻ വാങ്ങിച്ചു കൊടുത്ത് അവരെയും ശീലമാക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിൽ വന്ന് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. ഞാൻ കുറച്ച് നേരം ഒന്ന് മയങ്ങിയില്ല എന്നുള്ള രീതിയിലൊക്കെ ആയിട്ട് ഞാനും രാജേഷനും കൂടെ പുറത്തോട്ട് പോവാണ്. കുഞ്ഞുങ്ങളെ അവിടെ ഇരുത്തിയിട്ട് ഞങ്ങൾ പുറത്ത് പോവാണ്. പുറത്ത് പോയത് കുറേ സാധനങ്ങൾ മേടിക്കാനാണ്. അപ്പം ഞാനിങ്ങനെ പുറത്ത് പോയി 4 മണി സമയമാണ്. രാജേഷിനോട് ഞാൻ ചോദിച്ചു, എനിക്ക് ചായ മേടിച്ചു തരുമോ എന്ന് ചോദിച്ചു. ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ പത്മ കഫേയിലേ വരത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞങ്ങൾ പത്മ കഫേന്നേ ചായ കുടിക്കുള്ളൂ. അത് വെജിറ്റേറിയൻ ഹോട്ടലാണ്. നല്ല ടേസ്റ്റ് ആട്ടോ അവിടുത്തെ ചായ, ഉഴുന്നുവട, പരിപ്പുവട, ചമ്മന്തി വേറെ എവിടെയും ഇങ്ങനെ കിട്ടത്തില്ല. ഞങ്ങൾ പുറത്തിറങ്ങിയ 4 മണി സമയത്ത് ചേർത്തലയിൽ പുറത്തിറങ്ങിയാൽ ഞാൻ രാജേഷിനോട് ചായ മേടിച്ച് തരുമോ എന്ന് ചോദിക്കും. ഞാനൊരു ചായ ലവറാണ്, രാജേഷനും ചായ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ചായ കുടിക്കത്തുള്ളൂ. അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം നാളെയല്ലേ കെട്ടുമുറുക്ക്, അപ്പം അയ്യപ്പന് പൂമാലയൊക്കെ മേടിക്കണ്ടേ, എൻ്റെ ഭഗവാന്മാർക്കൊക്കെ പൂ വാങ്ങിക്കണ്ടേ വെക്കാനായിട്ട്. അങ്ങനെ പൂവെല്ലാം വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ ബഡാ ബസാറിൽ പോയി. പിന്നെ വേറെ എനിക്ക് ഇപ്പുറത്തുള്ള ബസാർ, ഇപ്പോൾ എന്തിനാണെന്നറിയാവോ, റെയിൻകോട്ട് മേടിക്കാൻ. ഇവർ ശബരിമലയ്ക്ക് പോലെ മഴയൊക്കെ ആണെങ്കിൽ റെയിൻകോട്ട് വേണമല്ലോ. പക്ഷെ നമ്മൾ വിചാരിച്ച രീതി നമുക്ക് റെയിൻകോട്ട് കിട്ടിയില്ല. ഹാഫ് ടൈപ്പ് റെയിൻകോട്ടാണ് കേട്ടോ. ഞങ്ങൾ പിന്നെ വാങ്ങിച്ചില്ല കേട്ടോ, കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ മരുന്ന് കടയിൽ വന്നു കേട്ടോ. അങ്ങാടിയിലുള്ള മരുന്ന് കടയാണ്. മരുന്ന് കട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ആലുങ്കൽ സ്റ്റോഴ്സ് അങ്ങനെ എന്തോ ആണ് പേരെന്ന് തോന്നുന്നു. നമ്മുടെ നടക്കാവ് ആ ഭാഗത്താണ് കേട്ടോ ഇത്. അവിടെ എല്ലാവിധ സാധനങ്ങളും ഉണ്ട്, കെട്ടുമുറുക്കിനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് കെട്ടുമുറുക്കിനുള്ള സാധനങ്ങൾ കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു കേട്ടോ. അവിടെ എപ്പോഴും ഭയങ്കര തിരക്കാണ്, ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്നുണ്ട്, മരുന്നൊക്കെ. അതുകൊണ്ട് പച്ചമരുന്നും കാര്യങ്ങളൊക്കെ വിൽക്കുന്നതുകൊണ്ട് അവിടെ നല്ല തിരക്കാണ്. കുറച്ച് നേരം നിന്നിട്ടാണ് നമുക്ക് കെട്ടുമുറുക്കിനുള്ള സാധനങ്ങൾ കിട്ടിയത്. അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റുള്ള നിർമ്മല സ്റ്റോഴ്സ് അങ്ങനെ എന്തോ ആണ് പേര്, ഞാൻ കണ്ടായിരുന്നു. നിർമ്മല സ്റ്റോഴ്സ് അങ്ങനെയാണെന്ന് തോന്നുന്നു. ഈ മരുന്ന് കടയുടെ അങ്ങാടിയുടെ ഓപ്പോസിറ്റ് തന്നെയാണ് കേട്ടോ. അങ്ങാടിയിൽ ആ മരുന്ന് കടയുടെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ പറഞ്ഞ കടയും. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കണമായിരുന്നു കേട്ടോ. പേസ്റ്റ്, സോപ്പ്, അങ്ങനത്തെ ചില സാധനങ്ങൾ. പിന്നെ സിപ്പ് ലോഗ് ബാഗൊക്കെ ഇല്ലേ, ഇവർക്ക് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് പോകാനായിട്ട്, മലയ്ക്ക് വേണ്ട അങ്ങനെ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ കേട്ടോ, അതൊക്കെ വാങ്ങിച്ചു. അതിനുശേഷം വെറ്റിലയും പാക്കും ഇല്ലേ, അത് വാങ്ങിച്ചു. പിന്നെ നമ്മൾ തേങ്ങ വാങ്ങിക്കാൻ പോയി കേട്ടോ. തേങ്ങ വാങ്ങിച്ചില്ലായിരുന്നു സത്യം പറഞ്ഞാൽ, ഞങ്ങളങ്ങ് പോയി കേട്ടോ. പിന്നെ ഓർത്ത് അയ്യോ തേങ്ങ വാങ്ങിച്ചില്ലല്ലോ, ഞങ്ങൾ വിട്ടുപോയി. പിന്നെ തിരിച്ച് വന്ന് ഒരു കടയിൽ നിന്ന് കപ്പയൊക്കെ വിൽക്കുന്ന, അങ്ങാടിയിൽ തന്നെ കപ്പയൊക്കെ വിൽക്കുന്ന ഒരു കടയുണ്ട് കേട്ടോ. അവിടുന്ന് തേങ്ങ വാങ്ങിച്ചു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാനും എല്ലാ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഈ വ്യൂ ഒന്നും കിട്ടാത്തത് കൊണ്ടൊക്കെ ഒരു മടി. പിന്നെ ഓർത്തോ വേണ്ട അങ്ങ് എടുക്കാം. എനിക്ക് പിന്നീട് യൂട്യൂബ് ചാനലിൽ എൻ്റെ പൊന്നുകുട്ടി ആദ്യം പോയത് തൊട്ട് രണ്ടാമത് പോയതും ശബരിമല പോയതിൻ്റെ വീഡിയോ ഉണ്ടല്ലോ, എനിക്കൊന്ന് ബാക്കിലോട്ട് പോയാൽ കാണാമല്ലോ. നീ ഇത് കണ്ടോ, മൺചട്ടി കൊണ്ടുള്ള മണ്ണ് കൊണ്ടുള്ള മറ്റേ മൺചട്ടി ഇല്ലേ, അതിൻ്റെ ഗ്ലാസ്സാണ് കേട്ടോ. അണ്ണൻ പറയുന്നത് കേട്ടോ നമുക്ക് 2 എണ്ണം മേടിക്കാമെന്ന്, ചായ കുടിക്കാനൊക്കെ സൂപ്പറായിരിക്കും. പിന്നെ നല്ലതാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞു ഇപ്പം എന്തായാലും വേണ്ടെന്ന് പറയാൻ അവിടെ വെച്ചു. നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ കെട്ടുമുറുക്കിനുള്ള സാധനങ്ങളെല്ലാം അമ്പലത്തിൽ കൊണ്ട് ശാന്തിനെ ഏൽപ്പിച്ചിട്ട് തിരിച്ചോടി വീട്ടിൽ വന്ന് തൂത്തുവാരിയെല്ലാം തുടച്ചതിന് ശേഷം ഞങ്ങളെല്ലാവരും കുളിയെല്ലാം കഴിഞ്ഞ്
വിളക്ക് കത്തിക്കാനെന്നോ സത്യം പറയാമല്ലോ ഈ കെട്ടുമുറുക്കുമായിട്ട് ബന്ധപ്പെട്ട് വ്രതമായിരുന്നല്ലോ കുറച്ച് ദിവസം. എന്തൊരു സന്തോഷമായിരുന്നു, എന്തൊരു സമാധാനമായിരുന്നെന്നോ. അല്ലെങ്കിലും ഉണ്ട് സന്തോഷവും സമാധാനവും. പക്ഷെ രാകേഷണ്ണൻ ഇതുപോലെ വിളക്കൊക്കെ കത്തിക്കും കേട്ടോ, മാല ഇട്ട് കഴിഞ്ഞാൽ. ഇപ്പം 3 കൊല്ലവും ചെയ്തു കേട്ടോ. അണ്ണൻ 4ാമത്തെ തവണയാണ് ശബരിമല പോകുന്നത്. പക്ഷേ നമ്മൾ റെൻറ്റിന് പോയിട്ട് ഇപ്പം അണ്ണൻ 3ാമത്തെ തവണയാണ് കേട്ടോ. അണ്ണൻ ഇതുപോലെ വീട്ടിലുള്ള ദിവസം ഇതുപോലെ ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ ഇതൊന്നും ചെയ്യുന്നത്. ആളിതുപോലെ പൂവൊക്കെ പറിച്ചുകൊണ്ട് തരും, വിളക്ക് കത്തിക്കും. ആൾക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പണ്ടൊന്നും രാജേഷണ്ണ അമ്പലത്തിലൊന്നും അങ്ങനെ പോകത്തില്ലായിരുന്നു, അങ്ങനെ ഭക്തിയും കാര്യങ്ങളുള്ളൊരു മനുഷ്യനേ അല്ലായിരുന്നു കേട്ടോ. പക്ഷെ ആളിപ്പോൾ ഒരുപാട് മാറി, ഇങ്ങനെ അമ്പലത്തിലെ കാര്യങ്ങളും നാമം ചൊല്ലാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ കേട്ടോ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കെട്ടുമുറുക്കിൻ്റെ വീഡിയോയും ഇവർ ശബരിമലയിൽ പോയിട്ട് അവിടുത്തെയുള്ള കാഴ്ചകളൊക്കെ കൂടെ കയറ്റി ഒരു വീഡിയോ ഞാൻ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോസൊക്കെ കണ്ട് കൂടാതെ ലൈക്കും കമൻറ്റും എല്ലാം ചെയ്യണം. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.